ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ് സീരിയലാണ് മൗനരാഗം. മിണ്ടാൻ സാധിക്കാതെയിരുന്ന കല്യാണിയുടെയും കിരണിന്റെയും കഥ പറയുന്ന ഈ സീരിയലിന് ധാരാളം ആരാധകരുണ്ട്. കല്യാണിയായി ഐശ്വര്യ റംസായും കിരണായി നലീഫുമാണ്. ഇവരുടെ കോംബോ ഹിറ്റാണ്. ഐശ്വര്യയും നലീഫും നല്ല സുഹൃത്തുക്കളുമാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിലെ ഒരു വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് താരങ്ങൾ. നിങ്ങൾക്കറിയുന്നത് വരെ നിങ്ങളെ ശല്യപ്പെടുത്ത് ഒരു സുഹൃത്തിനെ ടാഗ് ചെയ്യൂ എന്ന് പറഞ്ഞാണ് ഐശ്വര്യ നലീഫിനൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചത്. നലീഫാണ് വീഡിയോ എടുക്കുന്നത്. ഐശ്വര്യ കണ്ണുകൾ തുടയ്ക്കുന്നതും കാണാം. ഈ വീഡിയോയ്ക്ക് നലീഫ് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അന്ന് ഐശ്വര്യ കരഞ്ഞതെന്ന് നലീഫ് പറയുന്നു. ഞാൻ അവളെ പ്രാങ്ക് ചെയ്യുകയായിരുന്നു. ആ ദിവസം മുഴുവനും ഞാൻ അവളോട് സംസാരിച്ചില്ല. അവളെ കണ്ടില്ലെന്ന മട്ടിൽ അവളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഒരു ഐ കോണ്ടാക്ട് പോലും കൊടുത്തിട്ടില്ല. ഷൗട്ട് ചെയ്ത് കൊണ്ടേയിരുന്നു. അവസാനം അവൾ കരയാൻ തുടങ്ങി. അങ്ങനെ ഞാനും സുബിനും അതൊരു തമാശയാണ് എന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അത് ഗൗരവമായി എടുക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ഈ വീഡിയോയുടെ പിന്നിൽ എന്നാണ് നലീഫ് കുറിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ഐശ്വര്യയുടെ പിറന്നാൾ ആയിരുന്നു. ഐശ്വര്യ തന്നെയാണ് തൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ചിത്രങ്ങൾ പങ്കുവച്ചത്. 25 വയസ്സായി എന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത്. എനിക്ക് പിറന്നാൾ ആശംസകൾ. ഒരു വർഷം കൂടി കടന്നു പോകുന്നു. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു ചാൻസ് കൂടി എന്നാണ് ഐശ്വര്യ കുറിച്ചത്. നിരവധി പേർ താരത്തിന് ആശംസ അറിയിച്ചു. ഫോട്ടോഷൂട്ടിന്റെ BTS വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട്. മൗനരാഗം എന്ന സീരിയലാണ് താരത്തിന് ഇത്രയേറെ സ്വീകാര്യത നേടിക്കൊടുത്തത്. നലീഫുമായി ഐശ്വര്യ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഐശ്വര്യ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത നൽകി. ഞങ്ങൾ ശരിക്കും നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ, അതുപോലെ നേരിട്ട് ഞങ്ങൾ ടോം ആൻഡ് ജെറിയാണ്. ഇങ്ങനെ ഒരു സൗഹൃദം കിട്ടുക എന്നതും ഭാഗ്യമാണ് എന്നാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ ഇരുവരും പ്രണയത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരുമുണ്ട്. മൗനരാഗം സീരിയൽ തനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാൻ കാരണമായെന്നും ഐശ്വര്യ പറയുന്നു.